ഓണപ്പൂവേ പൂവേ പൂവേ കോമൽ പൂവേ പൂവേ. ഇപ്പോൾ ഈ ഓണവിരുന്നെന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ കാലത്ത് എൻ്റെ നാട്ടിൽ ഇപ്പം ഞാനൊക്കെ ആദ്യം ഉമ്പർനാടെന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. ഇന്നും ഒരു പക്ഷേ ഒരു 4 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം എത്തുന്ന അല്ലെങ്കിൽ ബസ് കയറാനായിട്ടൊരു ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ 4 കിലോമീറ്റർ നടക്കണം ഇന്ന്. അപ്പോൾ അന്നത്തെ കാലം നമുക്ക് ആലോചിക്കാമല്ലോ. അവിടെ ഒരു അംബാസഡർ കാറ് വരിക ആ ഞങ്ങളുടെ നാട്ടിൽ ആ റോഡിൽ കൂടെ വരിക എന്ന് പറഞ്ഞാൽ അന്നൊരു അത്ഭുതമാണ്. കുട്ടികൾ ഞങ്ങളിങ്ങനെ അതിന് ചുറ്റും ഒരു കൗതുക കാഴ്ച പോലെ അതിന് ചുറ്റും കൂടുവരുന്നു ആ കാലത്താണ്. അപ്പോൾ അന്ന് ആകെയുള്ളത് നടന്നാണ് നമ്മൾ എല്ലായിടത്തും പോകുന്നത്. തന്നെയല്ല, ബന്ധുവീടുകളിലൊന്നും എന്നും സന്ദർശനമില്ലല്ലോ, വല്ലപ്പോഴും. കാരണം പോവുക എന്ന് പറഞ്ഞാൽ നടന്നേ പോകാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ സന്ദർശനം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരിക്കലാണ്. അപ്പോൾ ഓണം ഈ ബന്ധുവീടുകളിലെ സന്ദർശനത്തിനുള്ള അല്ലെങ്കിൽ ബന്ധങ്ങൾ പുതുക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു അവസരം കൂടിയായിരുന്നു. അപ്പച്ചിയെ കാണാൻ പോവുക, അല്ലെങ്കിൽ കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പം ഓണത്തെ നടുവിൽ നിർത്തിയാണല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓണാട്ടുകരക്കാർ ജീവിതം നെയ്തെടുത്തിരുന്നത് ഓണത്തെ നടുവിൽ നിർത്തിയാണ്. ഇച്ചേച്ചിക്ക് ഒരു ജോഡി കമ്മല് മേടിച്ചു കൊടുക്കണം, ഗോപാലപിള്ളച്ചേട്ടൻ്റെ കടയിലെ പറ്റ് തീർക്കണം ഓണത്തിന് മുമ്പ്. ഓണം കഴിഞ്ഞാൽ ഉടനെ കൊച്ചിൻ്റെ നിശ്ചയം നടത്തണം. ഓണത്തിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും കൊയ്യണം. ഈ ഓണം വരെ നോക്കിയിരിക്കാനൊക്കത്തില്ല, അതിന് മുമ്പായിട്ട് നമുക്ക് വീട് മേയണം. ഇങ്ങനെ എല്ലാ ഓണം ഒരു മയിൽക്കുറ്റിയാണ് ജീവിതത്തിൻ്റെ. ഓണത്തെ നടുവിൽ നിർത്തിയാണ് ഓണാട്ടുകരക്കാർ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നടുവിൽ ഓണമുണ്ട്. ഒന്നീ ഓണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഓണം കഴിഞ്ഞ്, ഇങ്ങനെയാണ് ജീവിതത്തെ തിരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീടുകളിൽ സന്ദർശനത്തിന് പോവുക അല്ലെങ്കിൽ ബന്ധു വീടുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ നടക്കുന്നൊരു കാര്യം. എല്ലായ്പ്പോഴും ഒന്നും ഇപ്പോൾ ഒരു മരണസമയത്ത് ഇപ്പോൾ മരണ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും നമ്മൾ അവിടെ എത്തും, കൂടിയിടുക, അങ്ങനെ അതിൻ്റെ ചടങ്ങുകളുമായിട്ട്. കാരണം ബന്ധുക്കളുടെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണത്. അല്ലാതെ ഇതുപോലെയുള്ള വിവാഹങ്ങൾക്ക് അങ്ങനെ അല്ലാതെ നിത്യ സന്ദർശനം എന്ന് പറയുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനല്ലല്ലോ. ഇന്നിപ്പോൾ അമേരിക്കയും മാവേലിക്കരയും തമ്മിലുള്ള ദൂരം വളരെ കുറഞ്ഞു. പക്ഷേ മാവേലിക്കരയിലെ എൻ്റെ വീടും എൻ്റെ തൊട്ടടുത്ത വീടും തമ്മിലുള്ള ദൂരം വളരെ കൂടി. അതാണല്ലോ പുതിയ കാലത്തിൻ്റെ ദുര്യോഗം. മനുഷ്യരെക്കാളേറെ നമ്മളിപ്പോൾ സംവദിക്കുന്നത് യന്ത്രത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ ഓണവിരുന്നിനൊന്നും വലിയൊരു പ്രസക്തിയില്ല. പക്ഷേ അന്ന് അങ്ങനെയല്ല. അന്ന് ഇപ്പോൾ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ പോകുന്നു, ഇവിടുന്ന് ചുനക്കര വരെ പോകുന്നു, അല്ലെങ്കിൽ അവിടുന്ന് വരേണിക്കൽ വരെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഓണത്തിന് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വിശേഷ അവസരങ്ങളിൽ മാത്രമേ ഈ ബന്ധുവീട് സന്ദർശനം ഉണ്ടായിരുന്നുള്ളൂ. അതിലേറ്റവും പ്രധാനം ഓണം തന്നെയായിരുന്നു. ഇപ്പോൾ ഈ പട്ടാളക്കാർ വരുന്നത് എപ്പോഴാണ്? അന്ന് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ ചിറ്റപ്പൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഓണം കണക്കാക്കിയാണ് അദ്ദേഹം ലീവിന് വരുന്നത്. അപ്പോൾ ഓണം കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു പോകുന്നൊരു കാര്യം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്: ഇനി അടുത്ത ഓണത്തിന് കാണാം. അപ്പം നമ്മൾ പിരിയുന്നത് പോലും ഇനി അടുത്ത ഓണത്തിന് കാണാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഈ ഓണത്തിൻ്റെ സന്ദർശനത്തിനാണ് നമ്മൾ ഈ ഓണവിരുന്നെന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ വീടുകളിലേക്കും ഇപ്പം എൻ്റെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ബന്ധുവീടുകളിലെല്ലാം പോരുന്ന അച്ഛനും അമ്മയും ഞങ്ങളും കൂടി ചേർന്ന് ഓണത്തിനാണ്. തന്നെയല്ല, അതിന് കൃത്യമായ, കാരണം പോകുമ്പോൾ കുറച്ച് പുകയില, അത്യാവശ്യം ഇച്ചിരി പൈസ. ഇപ്പോൾ എൻ്റെ അച്ഛനുമൊക്കെ, അച്ഛൻ്റെ പെങ്ങളാണ്, മൂത്ത പെങ്ങൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പണം കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ ഈ ഓണത്തിൻ്റെ സമയത്ത് നടന്നിരുന്ന, ഇപ്പോൾ നമുക്ക് തൊട്ട് തെറിച്ച ബന്ധമുള്ളവർക്ക് പോലും നമ്മൾ അന്ന് ഓണത്തിൻ്റെ സമയത്ത് ഒരു സന്ദർശനം നടത്തുക, എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചു കൊടുക്കുക ഒക്കെ പറയുന്നത് ഓണത്തിൻ്റെ സന്ദർശനത്തിന് അല്ലെങ്കിൽ വിരുന്നു പോവുക, ഓണത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കൂടിച്ചേരലായിരുന്നു. ഒരു ഇറുകിച്ചേരലായിരുന്നു ഓണത്തിനുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാരണം ഇപ്പം നമുക്ക് ക്ഷണനേരം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നിടത്തെത്താം. എല്ലാവർക്കും വാഹനങ്ങൾ, ഒരു വീട്ടിൽ തന്നെ 3-4 വാഹനമുള്ള ഒരു കാലത്ത് ബന്ധുവീടുകളിലെ സന്ദർശനം ഓണത്തിനും ക്രിസ്തുമസിനും ഈസ്റ്ററിനും എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എപ്പോൾ വേണമെങ്കിലും പോകാം, എവിടെയും പോകാം. നമ്മൾ വിചാരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നു, നമ്മൾ ഇഷ്ടമുള്ളിടത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഈ കാലത്ത് നിന്നുകൊണ്ട് അന്നത്തെ കാലത്തെ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ അന്ന് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിന് ഓണം ഒരു നിമിത്തമായിരുന്നു ബന്ധുവീട് സന്ദർശനത്തിന്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.